നമസ്കാരം സുഹൃത്തുക്കളെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിപ്പോൾ വീഡിയോ വന്നതിൻ്റെ കാരണം പല ആൾക്കാർ എന്നോട് നേരി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം ചോദിച്ചു, നീ എന്തിനാണ് ഈ സർവീസിൽ ഇരുന്നിട്ട് ഈ പട്ടാളത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? അത് നിനക്ക് നല്ല ശോഭയാണോ എന്നൊക്കെ. അത് ആർക്കായാലും പൊതുവായിട്ട് തോന്നുന്ന കാരണമാണ്. ആരെയും അത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ ഒരു ജീവിതത്തിൽ അനുഭവിച്ചവനെ അതിൻ്റെ ആ ദുഃഖവും അവനനുഭവിച്ച സാമ്പത്തിക നഷ്ടം, മാനസിക നഷ്ടം, ശാരീരിക നഷ്ടം ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കാണാത്ത കാര്യങ്ങളാണ്. അപ്പോഴാണ് ഓരോ മനുഷ്യനും പ്രതികരിക്കാൻ തുടങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം, ഞാനായിട്ട് ആർമിയെ ഞാൻ അപമാനിച്ചിട്ടില്ല. അത് വ്യക്തം കൂടെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ഇത് നോക്കാവുന്നതാണ്. ഇതേ ആർമി മദ്രാസ് റെജിമെൻറ്റ് ആർമി റെക്കോർഡ്സ് കത്താണ്. നോക്കിയാണ് ക്യാമറക്കകത്ത് കാണാൻ പറ്റുമായിരിക്കില്ല. ഞാൻ പൊക്കി കറക്റ്റ് കാണിക്കാം, വായിക്കാം, സ്ക്രീൻഷോട്ട് എടുക്കുക, നോക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് വാചകം പ്രത്യേകം നോക്കിയോ, ബ്രേവറി കേസ്, അതായത് കൈക്കൂലി കേസ് കേട്ടാണ്. അവരുടെ അധികാരത്തിലല്ല. കാരണം ഇത് നമ്മുടെ പ്രധാനമന്ത്രി പോർട്ടലിൽ കൊടുത്തപ്പോൾ ലഭിച്ച റിപ്പോർട്ട്, അല്ലാതെ ഞാൻ എഴുതിയതൊന്നുമല്ല. പറയാൻ കാരണം, ഒരു ആർമി റെക്കോർഡ്സിന് തന്നെ നാണക്കേടാണ് ഇവരെല്ലാം. അവർ ആർമി റെക്കോർഡ്സ് ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ, എന്നിട്ട് അവർ കൊടുത്തിരിക്കുന്ന എവിടെയൊക്കെയാണെന്നറിയാം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ദി അഡ്ജന്റ് ജനറൽ ബ്രാഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് വെൽഫെയർ സെക്ഷന് ഡയറക്ടറേറ്റ് ഓഫ് ഇന്ത്യൻ ആർമി വെറ്ററൻസ്, കൂടാതെ ഇൻഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മോഡ് ആർമി അഡ്ജന്റ് ജനറൽ ബ്രാഞ്ച്, അഡൽട്ട് ഡെൽറ്റ് ജനറൽ പേഴ്സണൽ സർവീസ്, കൂടാതെ ഹെഡ്ക്വാർട്ടർ DV ഏരിയ. ഹെഡ്ക്വാർട്ടർ DV ഏരിയ ദക്ഷിണ ഭാരത ഏരിയ, നമ്മുടെ ചെന്നൈ. പിന്നെ നമ്മുടെ ജില്ലാ സൈനിക ബോർഡ് തിരുവനന്തപുരത്തിൻ്റെ, കൂടാതെ എനിക്കും ഇത്രയും പേർക്ക് ഇതിൻ്റെ കോപ്പി അവർ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഈ സർവീസിൽ ഇരിക്കുന്നതും സർവീസിൽ നിന്ന് വിരമിച്ചവരും മദ്രാസ് റെജിമെൻറ്റിലുള്ളവരും മദ്രാസ് റെജിമെൻറ്റിൽ വിരമിച്ചവരും ചിന്തിക്കുക, എൻ്റെ എന്ത് തെറ്റാണ് ഉള്ളത് എന്ന്. ഒരു മനുഷ്യനെ നമ്മൾ സമൂഹത്തിൽ ഒരു കുറ്റക്കാരനായിട്ട് അവൻ്റെ തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അങ്ങനെ ഈ 4 വർഷം ഇവരുടെ അധികാര ദുർവിനിയോഗം കൊണ്ട് എന്നെ ഇവരില്ലാതാക്കാൻ വരെ നോക്കിയിട്ടുണ്ട്. പക്ഷെ നടന്നില്ല. കൂടാതെ നീ ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടറിൻ്റെ അധികാരികൾ വെല്ലുവിളി നടത്തിയ കേസാണ്. സ്റ്റേഷൻ കമാൻഡറായാലും എല്ലാവരും. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ സാമം ഭേദം ദണ്ണം എല്ലാം നോക്കി ഇത് നടക്കാത്തൊരു കേസാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പോരാട്ടമേ ഉള്ളൂ, ആര് ജയിക്കും തോക്കും എന്നുള്ളത്. അത് എൻ്റെ തെറ്റുണ്ടെങ്കിൽ ഏവർക്കും എന്നെ ശിക്ഷിക്കുക, എന്നെ സമൂഹത്തിന് മുന്നിൽ നിർത്തി കല്ലെറിയുക, അല്ലേ ഞാൻ തന്നെ എന്ത് വേണമെങ്കിൽ ശിക്ഷ. നിങ്ങൾ തൂങ്ങിച്ചാൽ ഞാൻ കയറാം. പക്ഷേ എൻ്റെ തെറ്റില്ലെങ്കിൽ എനിക്ക് നീതി ലഭിക്കണം. അതിപ്പം തന്തയ്ക്ക് പറക്കാഴി ആരുടെ തെറ്റല്ല. കാരണം തന്തയ്ക്ക് പറക്കാത്ത ആരുടെയും തെറ്റല്ല. പക്ഷെ തന്തയ്ക്ക് പറക്കാഴിയ ഒരു അഹങ്കാരം, ഒരു അലങ്കാരമാക്കി ബാക്കി തന്തയ്ക്ക് പറന്നവന്മാരുടെ അവൻ്റെ അമ്മയുടെ നെഞ്ചത്തും കയറുമ്പോൾ അത് നോക്കിക്കണ്ട് നിൽക്കുന്ന ആളുമല്ല ഞാൻ. അതുകൊണ്ട് പിന്നെ നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ വീഡിയോ ഇടുന്നത് എന്ന് പറയുന്നത്. ഞാനത് വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ ആൾക്കാർക്ക് ഞാൻ സമയം കൊടുത്തിരിക്കുക. എനിക്ക് മറവൊന്നുമില്ല, ഓപ്പണായിട്ടേ ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. ആരോടായാലും പറയാതെ ഒരു മനുഷ്യനോട് ഞാൻ ഒന്നേരവും ചെയ്യാറില്ല. അതിൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ എല്ലാവരും പറയണത്തിൽ ചെയ്യുന്നവൻ മിണ്ടാതെ ചെയ്യത്തുള്ളൂ. അത് വേറെ രീതി. എൻ്റെ പോളിസി പറയുന്നത് ചെയ്തിട്ട് പറയുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഒരു പോളിസി. അപ്പം ഇത് വേണമെങ്കിൽ ശുക്ലി അടിക്കുന്നവർക്കും ഇതെല്ലാവർക്കും അറിയാം. നേരിട്ട് വെല്ലുവിളി നടന്ന സംഭവമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊന്നുമില്ല. അപ്പം ഒരു ആർമി റെക്കോർഡ്സ്, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഒരു മദ്രാസ് റെജിമെൻ്റ് ആർമി റെക്കോർഡ്സ് കൊടുത്ത കത്ത ഇത് കൈക്കൂലി കേസാണ്. അപ്പം ഇത്ര തെണ്ടിത്തരം തെമ്മാടിത്തരവും അല്ലേ ഈ സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടർ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ചെയ്തിട്ടുള്ളത്.
അപ്പം ഇവർക്ക് ഈ അധികാരികൾ ഓഫീസറായതുകൊണ്ട് ഇവരെ രക്ഷപ്പെടുത്താൻ അഭിമാന പ്രശ്നമായതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത്. നമ്മുടെ ഈ മന്ത്രി ആൻ്റണി രാജുവിൻ്റെ ഒരു നിക്കർ കേസ് ഇട്ട് കേരളത്തിൽ നടപ്പുണ്ട്. അല്ല ശിക്ഷയായില്ലേ? ഇത് എത്ര നാളായാലും ഇമാർക്ക് ഉള്ള ശിക്ഷ ലഭിച്ചിരിക്കും, ഇതിനുള്ള നടപടി ഉണ്ടാകുകയും ചെയ്യും. ഇതുതന്നെയാണ് എൻ്റെ ജീവിത ലക്ഷ്യവും. അപ്പോൾ ഇതുകൂടെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, നന്ദി, നമസ്കാരം.